ഹലോ ഹലോ. ഇന്ന് നമ്മൾ ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയം കാണാനാണ് വന്നത്. അവിടെ ഭാരതീയ കലാ മഹോത്സവ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ ദിവസമായിരുന്നു പോയത്, അതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. സോ ഈ രാഷ്ട്രപതി നിലയം പ്രസിഡൻറ്റിന് ഒരു വിൻ്റർ റിട്രീറ്റാണ്. സോ എവ്രി വിൻ്ററിന് അവരൊരു 2 വീക്സിന് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. സോ ഈ രാഷ്ട്രപതി നിലയത്തിൻ്റെ നിർമ്മാണം 1860s ഞാൻ ഈവനിങ് ടൈമിലായിരുന്നു പോയത്. നല്ല ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളായിരുന്നു, പക്ഷെ നല്ല റഷും ഉണ്ടായിരുന്നു. സോ ഇതൊരു 97 acres ഓഫ് ലാൻഡിലാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ ചുറ്റിനും മിലിറ്ററി ഏരിയ ആണ്. ഈ മഹോത്സവിൽ പങ്കെടുത്തത് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ദമൻ ആൻഡ് ദിയു, ഗോവ, വെസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്സിൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കൾച്ചർ, ഫുഡ് ഇതായിരുന്നു മെയിൻ അട്രാക്ഷൻ. ഇതെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ആൻഡ് ഹാൻഡ്ലൂംസ് ആയിരുന്നു. പകൽ പോയിരുന്നെങ്കിൽ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഇപ്രാവശ്യം പറ്റാത്തതുകൊണ്ട് ഞാൻ 2 years ബാക്ക് പോയപ്പോഴുള്ള കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് രാഷ്ട്രപതി ഭവൻ മെയിൻ റെസിഡൻസ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഗാർഡൻ, മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആൻഡ് സ്റ്റെപ്പ് വെൽ. ഈ റെസിഡൻസിൽ 11 റൂംസ് ആണുള്ളത്. സോ ഇതിൽ സിനിമ ഹാൾ, മോർണിംഗ് ഹാൾ, ബെഡ്റൂംസ്, ഗസ്റ്റ് റൂം, ദർബാർ, ലൈബ്രറി എല്ലാം ഉണ്ട്. ഈ ടണൽ ഒരു ബങ്കറാണ്. ഇവരുടെ കിച്ചണിൽ നിന്നും ഡൈനിങ്ങിലേക്ക് ഒരു ടണലാണുള്ളത്. പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യാം. രാഷ്ട്രപതി നിലയം ട്യൂസ്ഡേ ടു സൺഡേ ഓപ്പൺ ആണ് 10 to 5. മൺഡേസ് ക്ലോസ് ആണ്. ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുന്നവർ രാഷ്ട്രപതി നിലയം ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാം.